ഇന്ന് മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ ഒരു മഹാവൃക്ഷനെയാണ് ഞങ്ങൾ കാണാൻ വന്നിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓപ്പറേഷൻ തുഫാൻ പിന്തുണ തേടിയാണ് വന്നത്. ഞാൻ അദ്ദേഹത്തെ തുഫാൻ വാരിയർ ബാഡ്ജ് ഞാൻ ധരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണം. അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിത്വം ഇതിനൊരു പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് ജനങ്ങൾക്ക് വലിയ തോതിൽ മതിപ്പുണ്ടാവുകയും കൂടുതൽ ആളുകൾ മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കാനും ഈ പദ്ധതിയെ വിജയിപ്പിക്കാനും വേണ്ടി തയ്യാറാകുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് സാറിനെ കാണാൻ ഞങ്ങൾ വന്നത്. പുറത്തിറങ്ങി നടന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും ഇതിൽ പങ്കെടുക്കാനും ജോയിൻ ചെയ്യാനും സാധിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇത് ഇവിടെ ഇരുന്നിട്ട് വരെ വരുന്ന ആളുകളെടുത്ത് ഇവിടുത്തെ ഈ കുട്ടികളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ചെറുപ്പക്കാരുടെ ഈ ഡ്രഗിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് ഈ പറഞ്ഞു കേൾക്കാനും അത് കേട്ടിട്ട് സങ്കടപ്പെടാനും സംസാരിക്കാനും കഴിയുമെന്നുള്ളതല്ലാതെ ഒരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ എനിക്കൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിപ്പോഴാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നാലാവുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. ഇത് വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു പരിപാടിയായിട്ട് മാത്രമല്ല, ഇതൊരു ജീവിതത്തിൽ ഇതൊരാവശ്യമാണ്. ഇന്നത്തെ കുട്ടികളും വരാൻ പോകുന്ന നാളത്തെ കുട്ടികളും, എസ്പെഷ്യലി പെൺകുട്ടികൾ, ഇവരൊക്കെ ഇതിൽ നിന്ന് ഇപ്പോഴേ ഒന്ന് കരകയറ്റുക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. അത് ഈ പ്രസ്ഥാനം വളരെ വിജയകരമായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. മോഹൻലാലാണ് ആദ്യത്തെ തുഫാൻ വാരിയർ. ഇപ്പം മലയാള സിനിമയുടെ കുലപതിയാണ് മധുസാറ്. മധുസാറിനെ ഞങ്ങൾ കണ്ട് അദ്ദേഹത്തെ തുഫാൻ വാരിയറായി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ളവരെയും ഞങ്ങൾ തുഫാൻ വാരിയർ ആക്കുകയാണ്. കാരണം അവരെല്ലാവരും കൂടി ചേർന്നാലേ നമുക്ക് ഈ മഹാവിപത്തിനെ തടയാൻ കഴിയുള്ളൂ. അടുത്ത ഞങ്ങൾ ശിവകുമാരൻ നമ്പി സാറിന് വിട്ടോട്ട് പോവാണ്. അദ്ദേഹത്തെ തുഫാൻ വാരിയർ ആക്കുകയാണ്. അപ്പം മത നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളും, സാധാരണ തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവരെല്ലാം ഞങ്ങൾ തുഫാൻ വാരിയർ ആക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിനാൽ മാത്രമേ നമുക്ക് ഈ വിപത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഇതൊരു ദൗത്യമാണ്. ഈ മഹാദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.